നേരത്തെ മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിട്ടിരുന്നു. അതിൽ പ്രതിസ്ഥാനത്തുള്ള മുൻമന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ സിജോ വി ജോണിനൊപ്പം ഉണ്ട്. സിജോ, ഇതോട് ചോദിച്ചോളൂ. നമുക്ക് റോഷി അഗസ്റ്റിനോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ മലങ്കര ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് തീരുമാനമെടുത്തിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ കാണുന്നത്? ഞാൻ ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. ഞാൻ നേരത്തെ തന്നെ ഇത് വെളിപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ പരാതി അന്വേഷിച്ചതിൻ്റെ സുതാര്യമായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയാണ് എപ്പോഴും നല്ലത്. എനിക്കും അത് ആവശ്യമാണ്. എൻ്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ പൊതുജീവിതത്തെ ഇത്തരത്തിലുള്ള ചില ആക്ഷേപങ്ങൾ കിടകൊടുക്കത്തക്ക ഒരു വഴി ഉണ്ടാകുന്നതിൽ ഞാൻ വലിയ ദുഃഖിതനാണ്. സത്യത്തിൽ ഇവിടെ എന്താ കാണേണ്ടത്, ഇറിഗേഷൻ ടൂറിസം എന്നൊരു പദ്ധതിയാണ്. ഈ പദ്ധതി ഗവൺമെൻറ് കൊണ്ടുവന്നത് നമ്മുടെ ഇറിഗേഷൻ ഡാമുകൾ, അതുപോലെ തന്നെ അതിൻ്റെ പരിസരങ്ങൾ, റിസർവയറുകൾ, റെഗുലേറ്ററുകൾ ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ടൂറിസം സാധ്യതകളെ പ്രകൃതി സൗഹൃദത്തിന് അനുസൃതമായ രീതിയിൽ പാരിസ്ഥിതിക സൗഹൃദവുമായി ബന്ധപ്പെട്ട് നിലനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ കൊണ്ടുവരുന്നൊരു പദ്ധതി ഗവൺമെൻറ്റിന് ഒരു പൈസ മുടക്കമുള്ള പദ്ധതിയല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. പുതിയ റവന്യൂ കണ്ടെത്തി ഗവൺമെൻറ് നിക്ഷിപ്തമാക്കുന്ന പദ്ധതിയാണ്. PPP മോഡലിലാണ് ഈ സ്കീം. അപ്പോൾ ഇതിൻ്റെ ലീസ് പീരീഡ് കഴിഞ്ഞാൽ സർക്കാരിലേക്ക് മുതൽ മുടക്കുന്ന മുഴുവൻ കാര്യങ്ങളും എത്തിച്ചേരും. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവികമായും ഈ വാർത്തകളൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, എന്താ കാണുന്നത്, ലാഭവിഹിതത്തിൻ്റെ ഇത്ര ശതമാനം ഈ കരാറുകാരന് കിട്ടുന്നു. അടിസ്ഥാനപരമല്ലേ ഇത്? അടിസ്ഥാനപരമായി യാതൊരു ബന്ധവുമില്ലല്ലോ ഇത്. അതിൻ്റെ കാരണം എന്താണ്? ഇവിടെ കാണേണ്ടത് വരുമാനത്തിൻ്റെ ടേൺ ഓവറിൻ്റെ ഇത്ര ശതമാനമാണ്. അത് തന്നെ ഗവൺമെൻറ്റിലേക്ക് 2 വർഷം കഴിയുമ്പോൾ തൊട്ട് ടേൺ ഓവർ കിട്ടുന്നു എങ്കിൽ ആ 2 വർഷം കഴിയുമ്പോൾ തൊട്ട് തന്നെ വരുമാനം സർക്കാരിലേക്ക് കിട്ടും. അപ്പോൾ ഇത്ര കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കാൻ ഒരുത്തൻ വരിക. അപ്പോൾ അവനിവിടെ ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളത്തെ കാണുന്നതുകൊണ്ടാണല്ലോ. ഇപ്പോൾ പരസ്യങ്ങളിൽ കുറവുണ്ട്. ഞാനത് ഒന്ന് നോക്കി, ഞാൻ പരിശോധിച്ചപ്പോൾ 24/1/25, 7/5/25, 17/7/25 ഇത് ഹിന്ദു, ബിസിനസ് ലൈൻ, മലയാള മനോരമ, മാതൃഭൂമി എന്നീ പത്രങ്ങളിൽ കൂടെയും ഒക്കെ പരസ്യങ്ങൾ നൽകിയതിന് ശേഷം ഇതിൻ്റെ ടെൻഡർ വിളിച്ച ടെൻഡർ ആ ദിവസത്തിൽ തന്നെ നിക്ഷേപകർ വരാത്തതുകൊണ്ട് വീണ്ടും ടെൻഡർ എക്സ്റ്റൻഷൻ കൊടുത്തതിന് ശേഷം വന്ന ടെൻഡർകാരനെ പരിശോധിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കാര്യം, ഈ ലാഭവിഹിതത്തിൻ്റെ അല്ല വരുമാനത്തിൻ്റെ എന്ന് പറയുമ്പോഴും വരുമാനത്തിൻ്റെ വെറും 3.5% ആണെന്ന് പറയുന്നത് വളരെ ചെറിയൊരു പെർസെൻറ്റേജായി മാത്രം പോവുകയല്ലേ? അങ്ങനെയല്ലല്ലോ കാണണ്ടേ. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇത് പണിയുന്നതിൻ്റെ തുകയില്ലേ? ഈ പദ്ധതി നടപ്പിലാക്കുന്ന ചെറിയ തുകയാണോ? 100 രൂപ മുതൽ മുടക്കുള്ളൊരു പദ്ധതിയുടെ വരുമാനം എവിടെയാണ്? ആ 100 രൂപയ്ക്ക് എത്ര രൂപ മുടക്കുമ്പോഴാണ് ആ പദ്ധതി പണി തീരുന്നത്? അത് അദ്ദേഹത്തിന് മുതൽ മുടക്കല്ലേ? അത് സർക്കാരിന്റെ ഒരു സ്പേസ് കൂടി ഉപയോഗിച്ചിട്ടില്ല. അത്രയും പ്രധാനപ്പെട്ട ഒരു സ്പേസ്. ആ സ്പേസ് ഉപയോഗിക്കുന്നതിനാണല്ലോ ഇതിന് ശേഷം ഇത് നമ്മളിലേക്ക് നിക്ഷിപ്തമാവാണല്ലോ. സർക്കാർ ഇപ്പം ഇതിനകത്ത് കാശ് മുടക്കുമല്ലോ, അവരുടെ പണം തന്നെയല്ലേ ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ പണം മുടക്കി വരുന്ന ആൾക്കാർക്കുള്ള സൗകര്യവും കൂടി ചെയ്തു കൊടുക്കുമ്പോഴല്ലേ ഗവൺമെന്റിന് ഈ പദ്ധതിയോട് നടപ്പിലാക്കാനായിട്ട് പറ്റുന്നത്. ടേൺ ഓവറിൻ്റെയാണ്, വരുമാനത്തിൻ്റെയാണ്, ലാഭത്തിൻ്റെ അല്ല. ഈ സർക്കാർ വന്നതിന് ശേഷം 6ാമത്തെ ദിവസമാണ് ഇത്തരത്തിലൊരു അന്വേഷണം വരുന്നത്. ഇതിന് പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ, പകപോക്കലാണെന്ന് കരുതുന്നത്? ഒന്നുമില്ല, ഞാൻ അങ്ങനെ കാണുന്നേയില്ല. ഒരു പരാതി വന്നാൽ പരാതി അന്വേഷിക്കുക എന്നുള്ള നോർമൽ പ്രൊസീജിയറാണ്. അതിനൊരു പകപോക്കലിൻ്റെയും കാര്യമില്ല. ഇത് അന്വേഷിക്കണമല്ലോ, അന്വേഷിക്കുകയല്ലേ ഏറ്റവും നല്ലത്. അതങ്ങനെ അന്വേഷിക്കുമ്പോഴല്ലേ എനിക്കും ഇതിനകത്ത് കുറേ കൂടി റിയലിസ്റ്റിക്കായിട്ട് നിൽക്കാനായിട്ട് കഴിയുന്നത്. അതിനാ ഞാൻ സ്വാഗതം ചെയ്യും. അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടലുണ്ടായെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതൊന്നും ഇതിൻ്റെ ഭാഗമല്ല. ഒരു പരാതിയിൽ മേൽ അന്വേഷണം ഉണ്ടാകുന്നത് ഒരു ഗവൺമെൻറ് വന്നു അവർ ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് തീർച്ചയായിട്ടും അന്വേഷിക്കുക തന്നെയാണ് ആവശ്യം. അത് അന്വേഷിക്കാനായിട്ട് ഉത്തരവുണ്ടെന്ന് പറഞ്ഞു, എനിക്ക് അറിയില്ല, അത് ശ്രദ്ധയായിട്ട് വന്നിട്ടില്ല. അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അന്നേ പറഞ്ഞതാണ്, പരാതി ഉണ്ടായിരിക്കുന്നു, പരാതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ആ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ എൻ്റെ നിലപാടുകൾ വ്യക്തമാക്കി. എനിക്ക് യാതൊന്നും ഒളിച്ചു വെക്കാനായിട്ടില്ല. താങ്കളുടെ പാർട്ടിയിൽ നിന്ന് തന്നെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഒരു ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ പറഞ്ഞിരിക്കുന്നത് ഇതിൽ വലിയ ക്രമക്കേട് ഉണ്ടായിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകർ കൂടി പങ്കുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെ അത്തരത്തിലുള്ള പ്രതികരണമായി വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഞാൻ അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഒരു പരാതി വന്ന സ്ഥിതിക്ക് പരാതി അന്വേഷിക്കട്ടെ. അതിപ്പോൾ എവിടെ നിന്നുള്ള ആളെന്നുള്ളതിന് പ്രസക്തിയില്ലല്ലോ. പരാതിയാണല്ലോ കണ്ടന്റ്. പരാതിയെക്കുറിച്ച് അന്വേഷിക്കുക. ആ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എനിക്കൂടെ ആവശ്യമാണ്. ഈ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ പൊതുപ്രവർത്തനത്തിൻ്റെ സംശുദ്ധിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഗവൺമെൻറ് ഇത്രയും കാലം ഇരുന്നു, ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, ഈ നില വരുന്നോളം വരെ ഇല്ലാത്തൊരു കാര്യം ഇപ്പോൾ രൂപപ്പെടുക വരിക എന്നൊക്കെ പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ട്. അത് എന്നെ മനസ്സിനെ ഭയങ്കര വ്രണപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണെങ്കിലും ശരി, പരാതിയിലും ഏത് ഇതിലെ അന്വേഷണത്തെയും നമ്മൾ സ്വാഗതം ചെയ്യൽ മാത്രമാണ്. ഇതിനകത്ത് മറ്റൊരു ദുരുദ്ദേശം ആരുടെയും ഭാഗത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരാതിക്കാരൻ അതിനെക്കുറിച്ച് യാഥാർത്ഥ്യബോധം ഉൾക്കൊണ്ടുകൊണ്ടാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് പരാതിയും മേൽ അന്വേഷണം നടത്തുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ തന്നെയായിട്ട്
ഒരു വലിയ രീതിയിലുള്ള ഒരു വിമർശനം വരുന്നത്, ഒരു പ്രചരണം വരുന്നത് UDF-ലേക്ക് കേരള കോൺഗ്രസ് പോകാൻ തീരുമാനിച്ചിരുന്നു, UDF-ലേക്ക് കേരള കോൺഗ്രസ് പോകാൻ തീരുമാനിച്ചിരുന്നു. അതല്ല എന്തായാലും ഇതിൽ സുതാര്യമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുകയും ചെയ്യുന്നത്.